അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് ഹലോ ഗൈസ്, എന്നൊരു റിവ്യൂ വീഡിയോ ആണ്. റിവ്യൂ വീഡിയോ എന്ന് വെച്ചാൽ ബൈക്ക് സംബന്ധിച്ചുള്ള ഒരു വീഡിയോ അല്ല. അപ്പോൾ ഒരുപാട് പേരെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത തരത്തിലുള്ള ഒരു ആക്ഷൻ ക്യാമറ പരിചയപ്പെടുത്താൻ പറഞ്ഞിട്ട് നിലവിൽ നമ്മൾ SJ ക്യാമറയെ കുറിച്ചിട്ട് ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് യൂട്യൂബിൽ. അതായത് മോട്ടോ വ്ളോഗിന് അഞ്ചാലും അല്ലെങ്കിൽ ഇപ്പോൾ ട്രാവലിംഗ് വ്ളോഗിനെ കുറിച്ചിട്ട് അഞ്ചാലും. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഉപകാരപ്രദമാവുന്ന തരത്തിലുള്ള ഒരു ആക്ഷൻ ക്യാമറയാണ് ഇന്ന് ഈ ഒരു വീഡിയോ കൂടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു ക്യാമറയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ആക്ഷൻ ക്യാമറയിൽ എക്സ്റ്റേണൽ ആയിട്ട് മൈക്കും കാര്യങ്ങളൊക്കെ ഘടിപ്പിക്കാൻ പറ്റും. നിലവിൽ ഇപ്പോൾ മറ്റുള്ള ക്യാമറ ഇപ്പോൾ GoPro പോലെയുള്ള ക്യാമറകളിൽ നമുക്കിപ്പോൾ എക്സ്റ്റേണൽ മൈക്ക് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ മൈക്ക് അഡാപ്റ്ററിന് മാത്രം ഏകദേശം ഒരു 5000 രൂപയോളം വിലയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒരാൾക്ക് അത്രയും ബഡ്ജറ്റും കാര്യങ്ങളൊന്നും മാറ്റി വെക്കാൻ ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല. ഒരു GoPro ക്യാമറയ്ക്ക് ഏകദേശം 20,000 രൂപയുടെ മേലെ വിലയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വില കുറഞ്ഞിട്ടുള്ളതും അതേപോലെ തന്നെ നമുക്ക് എക്സ്റ്റേണൽ മൈക്ക് ഘടിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതും അന്ന് വെച്ചാൽ വലിയ തരത്തിൽ ക്ലാരിറ്റിക്ക് കുറവില്ലാത്തതുമായിട്ടുള്ള ഒരു ആക്ഷൻ ക്യാമറയാണ് ഈ ഒരു വീഡിയോയുടെ ജസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോണത്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോണ ആക്ഷൻ ക്യാമറ എന്ന് പറയുന്നത്. ഇതിന്റെ പേര് എന്ന് പറയുന്നത് നോയ്സ് പ്ലേ വ്ളോഗ് എഡിഷൻ എന്നാണ്. ഇതിപ്പോ എനിക്ക് റിവ്യൂ യൂണിറ്റ് ഒന്നും ആയിട്ട് കിട്ടിയതല്ല. അപ്പൊ ഒരുപാട് പേര് മെസ്സേജ് അയച്ചതിന്റെ പേരിൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു മുതലാണ്. ഏകദേശം 5700 രൂപ തങ്ങണ്ടാണ് ഈ ഒരു സംഭവത്തിന് വിലയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ക്യാമറ വാങ്ങാൻ പ്ലാനുള്ള ഒരു മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാമറ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ പൈസ കിട്ടില്ല, റീഫണ്ട് കിട്ടില്ല. ഞാൻ ചെറുതായിട്ട് പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു സംഭവം നമുക്ക് റീപ്ലേസ് ചെയ്യാൻ മാത്രമാണ് ഫ്ലിപ്കാർട്ടിൽ ഓപ്ഷൻ ഉള്ളൂ. പിന്നെ ഇതിന് പ്രത്യേകിച്ച് സൈറ്റും കാര്യങ്ങളൊന്നും ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ ഇടുന്നില്ല. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ഇതിന്റെ പേര് എന്ന് പറയുന്നത് നോയ്സ് പ്ലേ വ്ളോഗ് എഡിഷൻ എന്നാണ്. അപ്പൊ ഈ ഒരു സംഭവത്തിൽ മാത്രമാണ് ഇതിന്റെ തന്നെ ഫസ്റ്റ് എഡിഷനും സെക്കൻഡ് പാർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിലൊന്നും നമുക്ക് എക്സ്റ്റേണൽ മൈക്കും കാര്യങ്ങളൊന്നും ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു വ്ളോഗ്, അതായത് വ്ളോഗ് എഡിഷനിൽ മാത്രമാണ് നമുക്ക് എക്സ്റ്റേണൽ മൈക്ക് ഘടിപ്പിക്കാൻ പറ്റുള്ളൂ. ആ മൈക്ക് നിങ്ങൾ പുറത്തു പോയി വാങ്ങേണ്ട കാര്യമൊന്നുമില്ല, ഇതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഏത് സൈറ്റിലാണോ നിങ്ങൾക്ക് വില കുറവ് തോന്നുന്നത് വെച്ചാൽ ആ സൈറ്റിൽ തന്നെ വാങ്ങാം. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ വരുന്നുണ്ടെന്ന് ജസ്റ്റ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ആക്ഷൻ ക്യാമറയുടെ ബോക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇപ്പൊ ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് 4K റെസൊല്യൂഷനിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാം. അതേപോലെ തന്നെ മറ്റുള്ള ആക്ഷൻ ക്യാമറകൾ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സംഭവത്തിൽ നമുക്ക് എക്സ്റ്റേണൽ മൈക്ക് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാം. അതായത് ഈ ഒരു ബോക്സിൽ തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള എക്സ്റ്റേണൽ മൈക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 16 മെഗാ പിക്സലിന്റെ ഒരു ക്യാമറയാണ് ഈ കാണുന്നത്. 170 ഡിഗ്രി വൈഡ് ആംഗിളിൽ നമുക്ക് ഈ ഒരു സംഭവം ഒരു ക്യാമറയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിന് നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട്. ഈ GoProന്റെ ക്യാമറകളൊക്കെ പോലെ തന്നെ ഡയറക്റ്റ് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ വൈഫൈ വെച്ച് ഈ ഒരു സംഭവത്തിൽ കണക്ട് ചെയ്യാം. വൈഫൈ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ആയിരിക്കും. ഇനി ബാക്കിലേക്ക് പോയി കഴിയുമ്പോൾ വന്നിട്ടുള്ള മെയിൻ സ്പെസിഫിക്കേഷൻസ് ആണ് ഈ ഒരു ഇതിന്റെ താഴെയായിട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു കേസ് വെച്ചിട്ട് ശരിക്കും 30 M വരെ ഈ ഒരു ക്യാമറ വാട്ടർ പ്രൂഫ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിന് എക്സ്റ്റേണൽ മെമ്മറി എന്ന് പറയുന്നത് ഏകദേശം 64 GB വരെ സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സംഭവത്തിൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ വന്നിട്ടുണ്ടെന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് എത്രത്തോളം സ്റ്റെബിലൈസേഷൻ ഉണ്ടെന്ന് ഇതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ കുറച്ച് ഈ പറഞ്ഞ വീഡിയോ റെസൊല്യൂഷൻ അതേപോലെ തന്നെ ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ MRP 7,999 ഈ ബോക്സിൽ കാണിച്ചിട്ടുണ്ടെങ്കിലും ഇതിന് ഓൺലൈനിൽ ഏകദേശം 5,750 രൂപയുടെ അടുത്താണ് വിലയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ജസ്റ്റ് നമുക്ക് ഈ ഒരു സംഭവം തുറന്നു നോക്കാം. അപ്പൊ ഈ കാണാണ് നമ്മുടെ ആക്ഷൻ ക്യാമറ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ GoPro പോലൊന്നും ടച്ച് സ്ക്രീൻ അല്ല വന്നിട്ടുള്ളത് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു 2 ഇഞ്ചിന്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം ടച്ച് സ്ക്രീൻ അല്ല. ഞാൻ ജസ്റ്റ് ഇത് കേസിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറക്കി കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ നോയ്സ് പ്ലേ വ്ളോഗ് എഡിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആക്ഷൻ ക്യാമറ. ഇത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ടച്ച് സ്ക്രീൻ ഒന്നല്ല, ഇതിൽ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു സ്വിച്ചുകളൊക്കെ വെച്ചിട്ടാണ് ഇതിന്റെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുക. ഇനി ഇതിന്റെ സൈഡിലായിട്ട് നമുക്ക് മെമ്മറി കാർഡ് കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ട് വന്നിട്ടുണ്ട്. 64 GB വരെയാണ് ഇതിന് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത്. തൊട്ട് മുകളിലായിട്ട് നമുക്ക് USB പോർട്ട് കാണാം. ഇപ്പുറത്തെ സൈഡിലായിട്ട് HDMIക്ക് വേണ്ടിയിട്ട് ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ കാണാനാണ് എക്സ്റ്റേണൽ മൈക്ക് കുത്താനുള്ള പോർട്ട്. ഇനി ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് മോഡിന് ഒരു സ്വിച്ച് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ OK ബട്ടൺ വന്നിട്ടുണ്ട്. സൈഡിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ വോളിയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓൺ ആക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു മോഡിന്റെ ബട്ടൺ കുറച്ച് നേരം പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഓൺ ആവും. ഇതിന്റെ ഒരു ക്ലാരിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഓൾറെഡി
ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ മനസ്സിലാവില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ 170 ഡിഗ്രി വരെ വൈഡ് ആംഗിളിൽ നമുക്ക് ഈ ഒരു ക്യാമറയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇതിലത്തെ ഓപ്ഷൻസിനെ കുറിച്ച് പറയുന്നത് ഇതിൽ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിന്റെ ഓപ്ഷൻസിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒഫീഷ്യൽ ഇവരുടെ കമ്പനി തന്നെ ഇട്ടിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഈ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യണത് മുകളിൽ ഉള്ള ഈ ഒരു സ്വിച്ചുകളൊക്കെ വെച്ചിട്ടാണ്. ഇനി ഇതിന്റെ ബോക്സിൽ വേറെ എന്തൊക്കെ ആക്സറീസ് വന്നിട്ടുണ്ടെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മുടെ ആക്ഷൻ ക്യാമറ വാട്ടർ പ്രൂഫ് അല്ല. ഈ ഒരു കേസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു സംഭവം വാട്ടർ പ്രൂഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കേസാണ് ഇതിൽ ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റണ ഫസ്റ്റ് ആക്സസറി എന്ന് പറയുന്നത്. ഈ ഒരു ബോക്സിൽ നമുക്ക് നമ്മുടെ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു കേസും കൂടെ കമ്പനി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വാട്ടർ പ്രൂഫ് കേസിൽ ഈ ഒരു ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ മൈക്കും കാര്യങ്ങളൊന്നും ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കേസ് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ ഹെൽമെറ്റും ഒക്കെ വെക്കുന്ന സമയത്ത് എക്സ്റ്റേണൽ മൈക്കും കാര്യങ്ങളൊക്കെ ഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് ഇങ്ങനെ ഒരു കേസും കൂടെ കമ്പനി കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഈ ഒരു ക്യാമറയിൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്റ്റേണൽ മൈക്കാണ് ഈ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് അങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇത് എന്ന് പറയുന്നത് നമുക്ക് ക്യാമറയും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ഒരു ക്ലോത്ത് ആണ്. ഇനി ഈ ഒരു ബോക്സിൽ വന്നേക്കണെന്ന് വെച്ചാൽ കുറച്ച് മൗണ്ടോളാണ്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഹാൻഡിൽമേ ഉറപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മൗണ്ടോളാണെന്ന് തോന്നുന്നു. അതായത് ഇതൊന്നും നമ്മൾ എക്സ്ട്രാ വാങ്ങേണ്ട കാര്യമില്ല. ഈ ആക്സറീസ് ഒക്കെ കൂടിയാണ് ഈ പറഞ്ഞിട്ടുള്ള റേറ്റ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇതേപോലെ കുറെ മൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു USB കേബിളും വന്നിട്ടുണ്ട് ഈ ഒരു പ്രൊഡക്റ്റിന്റെ കൂടെ. ഇത് നമുക്ക് ചാർജ് ചെയ്യാനും അതേപോലെ തന്നെ കമ്പ്യൂട്ടറിലൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇതിന്റെ കൂടെ നമുക്കൊരു യൂസർ മാനുവലും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു യൂസർ മാനുവൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി കൂടെ ഐഡിയ കിട്ടും. ഈ ക്യാമറയിൽ വന്നിട്ടുള്ള ഓപ്ഷൻസ് അതേപോലെ തന്നെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു യൂസർ മാനുവലിൽ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ഒരു ക്യാമറയുടെ ബോക്സിൽ വന്നിട്ടുള്ളത്. ഇനിയിപ്പോ ഈ ഒരു ക്യാമറയ്ക്ക് എത്രത്തോളം ക്ലാരിറ്റി വന്നിട്ടുണ്ടെന്ന് കൂടെ ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. അതായത് ഇതിന്റെ എക്സ്റ്റേണൽ മൈക്കിന് അല്ലെങ്കിൽ ഇതിന്റെ സൗണ്ടിൽ എത്രത്തോളം ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഈ ഒരു വീഡിയോന് ശേഷം, അതായത് ഞാൻ ബൈക്കിൽ കയറിയതിനു ശേഷം റെക്കോർഡ് ചെയ്യണ സൗണ്ടും വീഡിയോയും ഈ ഒരു ക്യാമറയിൽ ഷൂട്ട് ചെയ്യണതാണ്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ തന്നെ നോക്കുക ഇതിന് എത്രത്തോളം ക്ലാരിറ്റി, ഇതിന് എത്രത്തോളം സൗണ്ട് ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോ അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ക്യാമറയുടെ വീഡിയോ ക്ലാരിറ്റി അതേപോലെ തന്നെ സൗണ്ട് ക്ലാരിറ്റി, ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒക്കെ എത്രത്തോളം ഉണ്ടെന്നൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് ഹെൽമെറ്റിൽ വെച്ചിട്ടുള്ളൂ കേട്ടോ. അതായത് കറക്റ്റായിട്ട് നമ്മൾ മൈക്ക് വെക്കേണ്ട സ്ഥാനത്തൊന്നല്ല വെച്ചേക്കണം, കറക്റ്റ് വായാണ് താഴെയാണ് കൊണ്ടുവച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കൂടെ അതിൻ്റെ ഒരു ക്ലാരിറ്റി മനസ്സിലാവണമെങ്കിൽ ഒരു ഹെഡ്സെറ്റ് ഉപയോഗിക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ ജസ്റ്റ് എത്രത്തോളം സൗണ്ട് ക്ലാരിറ്റി ഉണ്ടെന്ന് നോക്കാം. ഇപ്പം എൻ്റെ ഹെൽമെറ്റ് ഓപ്പൺ ആണ്, അല്ലെങ്കിൽ വല്ല എയർ തട്ടണ വല്ല സൗണ്ടൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇമേജ് ക്ലാരിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. വീഡിയോയിൽ കളർ ഇനിയിപ്പോൾ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഇരുട്ടാവാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ഭയങ്കരമായിട്ട് വെളിച്ചമൊക്കെ വരുന്നുണ്ടെന്ന് നോക്കാം. വീഡിയോ സ്റ്റെബിലൈസേഷനും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ, എത്രത്തോളം വീഡിയോയിൽ ഷെയ്ക്ക് വരുന്നുണ്ട്. ഞാൻ നിലവിലിപ്പോൾ 4K ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് അപ്ലോഡ് ചെയ്ത് വരുമ്പോൾ 720p ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ, കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും. എന്താ വെച്ചാൽ ക്ലാരിറ്റിയിൽ വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങളൊന്നും വരാനുള്ള ചാൻസ് ഇല്ല. റെസൊല്യൂഷൻ മാക്സിമത്തിൽ തന്നെ ഇട്ടിട്ട് ഈ ഒരു ക്യാമറയുടെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ക്ലിപ്പുകൾ കാണാം. സൗണ്ട് ക്ലാരിറ്റി എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള എക്സ്ട്രാ മൈക്കാണ് കേട്ടോ. നമ്മൾ വേറെ പുറത്തു നിന്ന് വാങ്ങിച്ചിട്ടുള്ള മൈക്കും കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഈ ഒരു ക്യാമറ, ഈ ഒരു സെഗ്മെന്റിൽ ഈ ഒരു ക്യാമറയാണ് ശരിക്കും വ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തിരി കൂടെ കംഫേർട്ടുള്ളൊരു ആക്ഷൻ ക്യാമറ എന്ന് പറയുന്നത്. പിന്നെ ഷവോമിയുടെ ഒക്കെ ഒരുപാട് ക്യാമറാസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ മിക്കതിലും നമുക്ക് എക്സ്റ്റേണൽ മൈക്കും കാര്യങ്ങളൊന്നും വെക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ വെക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ചിലവുള്ളൊരു പരിപാടിയാണ്. മൈക്കിന് സെപ്പറേറ്റ് പൈസ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു 6000 രൂപയുടെ താഴെ വരുന്ന ബഡ്ജറ്റിൽ എക്സ്റ്റേണൽ മൈക്ക്, 4K വീഡിയോ റെക്കോർഡിങ്, ഇമേജ് സ്റ്റെബിലൈസേഷനൊക്കെ വന്നിട്ടുള്ള ഒരു ക്യാമറയാണ് ഈ നോയ്സ് പ്ലേൻ്റെ. അപ്പോൾ ഇതിൽ 2-3 എഡീഷനും കൂടി ഉണ്ട് കേട്ടോ. നോയ്സ് പ്ലേ വ്ലോഗ് ഉണ്ട്, പിന്നെ നോയ്സ് പ്ലേയുടെ തന്നെ സാധാ മോഡൽ 2 വെർഷൻ ക്യാമറകളുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിനായിട്ടും വില കുറവായിരിക്കും. അതിലൊന്നും നമുക്ക് മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞിട്ടുള്ള നോയ്സ് പ്ലേ വ്ലോഗിൽ മാത്രമാണ് നമുക്ക് മൈക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത്. അതായത് മൈക്ക് കണക്ട് ചെയ്യാൻ എക്സ്റ്റേണൽ നമുക്ക് വേറെ ഒരു ഇതിൻ്റെ സഹായം ഇല്ലാണ്ട് ഡയറക്റ്റ് മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഈ ഒരു പറഞ്ഞ ക്യാമറയിലാണ്. ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ടിന് ഓപ്ഷൻ ഇല്ല. റിട്ടേൺ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ റിട്ടേൺ ചെയ്യാമെന്നല്ലാണ്ട്, റിട്ടേൺ ചെയ്യാൻ മീൻസ് റീപ്ലേസ് ചെയ്ത് കിട്ടും, അല്ലാണ്ട് നമുക്ക് ഈ ഒരു സംഭവം റീഫണ്ടായിട്ട് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഏത് സൈറ്റിലാണോ നിങ്ങൾക്ക്
കൺഫേർട്ട് തോന്നുന്ന ആ ഒരു സൈറ്റിൽ തന്നെ നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കട്ടെ, ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കണം, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ക്യാമറ വാങ്ങിച്ചത്. ഇത് ഞാൻ നല്ല ഇലക്സിലൊക്കെ ഇട്ട് വെക്കേണ്ടി വരും. ഞാനിത് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഫ്ലിപ്കാർട്ടിലേക്ക് റിട്ടേൺ ചെയ്യാമെന്നാണെന്ന് വിചാരിച്ചത്, പക്ഷേ ശ്രദ്ധിച്ചു ഫ്ലിപ്കാർട്ടിൽ ചെറിയൊരു പണി കിട്ടി. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, നമ്മളതിനൊരു ജസ്റ്റ് ശ്രദ്ധിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ GoPro അതേപോലെയുള്ള ക്യാമറാസൊക്കെ സ്റ്റാർട്ടിങ്ങിലാണ് നിങ്ങൾ വാങ്ങാണ്ടിരിക്കുക. കാരണം ഇത് എക്സ്റ്റേണൽ മൈക്ക് വയ്ക്കണമെങ്കിൽ മൈക്ക് അഡാപ്റ്റർ വേണം. മൈക്ക് അഡാപ്റ്ററിന് ഏകദേശം ഒരു 6000 രൂപയോളം വില വരും, 5000 രൂപയോളം വില വരുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ നല്ല മൈക്കും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. എന്താ മാത്രമാണ് നിങ്ങൾ വിചാരിക്കണ പോലത്തെ ഒരു സൗണ്ട് ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങളുടെ ചെറിയൊരു ചാനലാണ്, നിങ്ങൾ വ്ളോഗ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്യാമറയുടെ ആവശ്യം മാത്രമേ വരുള്ളൂ എന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. നമുക്ക് ഇഷ്ടമായി മാത്രം എടുക്കാം. അപ്പോൾ സ്റ്റെബിലൈസേഷൻ, ഇമേജ് സ്റ്റെബിലൈസേഷൻ, അതേപോലെ തന്നെ വീഡിയോൻ്റെ റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ക്യാമറകൾ വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ എത്രത്തോളം വൈഡ് ആംഗിളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ നോക്കട്ടെ. ഇതിപ്പോൾ 170 ഡിഗ്രി വൈഡ് ആംഗിളിലാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഈ സെഗ്മെൻറ്റിൽ വലിയ ഒരു കുഴപ്പമില്ലാത്ത ഹീറ്റിംഗ് ഇഷ്യൂസ് ഇല്ല, ഹാങ്ങിങ് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തൊരു ക്യാമറ ഇതാണെന്ന് തോന്നുന്നു. പിന്നെ വാട്ടർ പ്രൂഫ് കേസ് അല്ലാണ്ട് ഈ ഒരു സംഭവം വാട്ടർ പ്രൂഫായിട്ട് നമുക്കിപ്പോൾ ഈ എക്സ്റ്റേണൽ മൈക്ക് മഴക്കാലത്ത് കണക്ട് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റേ ഒരു കേസ്, രണ്ടാമത്തെ കാണിച്ചൊരു കേസ് വഴി. അപ്പോൾ വാട്ടർ പ്രൂഫ് കേസിൽ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മൈക്ക് ഇതിൽ കണക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ചെറിയൊരു ഫോൾട്ട് പോലെ തോന്നി. മഴക്കാലത്തൊക്കെ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. ഈ ഒരു മൈക്ക് കണക്ട് ചെയ്യേണ്ട ഒരു കാര്യം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ചെക്കിങ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ നമ്മുടെ വീഡിയോക്ക് പോകാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരുപാട് പേര് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ചെയ്യണം. അപ്പൊ ഈ ഒരു സംഭവം വാങ്ങിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് ഇത് എത്രത്തോളം നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംഭവം വാങ്ങിച്ചത്. എനിക്ക് കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഈ ഒരു സംഭവം വാങ്ങിച്ചാൽ മതി. ഇത് ഞാൻ മുമ്പേ പറയാം, ഇത് ഞാൻ അധികം ഉപയോഗിച്ചിട്ടില്ല. ഞാൻ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമറകൾ GoPro Hero 5ഉം Hero 6 ആണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. ഇതേപോലെ ബൈക്ക് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. എന്റെ ഇൻസ്റ്റാഗ്രാം ഐഡി ARUNSMOKI. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ചാനൽ കണ്ട ഒരു വ്യക്തി വെച്ചാൽ മറക്കാണ്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ ബൈക്ക് സംബന്ധിച്ച് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ചാനലിൽ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ശരി.